അപ്പോൾ 250 ഗ്രാം ഈന്തപ്പഴം, ഒരു 75 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 30 ഗ്രാം പുളി, വാളംപുളി, 200 ഗ്രാം തേൻ, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ എണ്ണ, ഉപ്പൊക്കെ അത് ആവശ്യത്തിന്. എണ്ണ നമ്മൾ കടുക് വറക്കാനല്ലേ എടുക്കുന്നത്, വഴറ്റാൻ മാത്രം. അതിനിപ്പോൾ നമുക്ക് അളവ് പറയാൻ പറ്റില്ല. പക്ഷേ പച്ചെണ്ണയാണ് ഏറ്റവും നല്ലെണ്ണ. അതാണെങ്കിൽ കൂടുതൽ കാലം ഇത് കേടുകൂടാതെ ഇരിക്കും. നല്ലെണ്ണ നല്ല വലിച്ച് കൂട്ടിയെടുക്കുകയാണെങ്കിൽ, എണ്ണ പൊങ്ങി നിൽക്കത്തക്കവണ്ണം എടുക്കുകയാണെങ്കിൽ കുറേ കാലം ഇരിക്കും. പറഞ്ഞില്ല, കേടാകാതെ തന്നെ വെളി വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, കേടാകാതെ. വെളിച്ചെണ്ണയിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. 200 ഗ്രാം. അപ്പോൾ നമുക്ക് ഏകദേശം 250 ഗ്രാമിൻ്റെ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 1/2 കിലോയ്ക്ക് മുകളിൽ അച്ചാർ കിട്ടും. 1/2 കിലോ അല്ല, ഒരു 600 ഗ്രാമോളം അച്ചാർ നമുക്ക് കിട്ടും. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ ഒരു സ്വല്പം കുരുമുളക് പൊടിയുടെ ചേർക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണ്ട, ഇത് മതി. ഇതിൻ്റെ കൂടെ അത്രയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഈ നമ്മുടെ ഈന്തപ്പഴം നമ്മൾ കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിയണം. ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. മുളക് പൊടി കായം, ഉലുവ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ ക്രിസ്മസും നമ്മുടെ ഇതും കൂടെ അതിനകത്തേക്ക് ഈന്തപ്പഴം ചേർത്തൊന്ന് മാറ്റുക. അതൊന്ന് നന്നായിട്ട് ചൂട് പിടിച്ച് കഴിയുമ്പോൾ ഒന്ന് ലൂസാവും, ശരിക്കും എന്താ പറയുക, സോഫ്റ്റ്. ആ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും ആവശ്യം. അതിനുശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് പുളിയും കൂടെ തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ കുറച്ച് നാളുകൂടെ ഇരിക്കും ലാസ്റ്റ്.
നമ്മുടെ ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ട് ഇത്രയായി കഴിയുമ്പോൾ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യും. ഇനി നമുക്ക് തേന ഒഴിക്കുന്നത്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് തേന ചൂട് ഒഴിക്കാം. ഈ ചീനിച്ചട്ടിയുടെ ചൂട് മാത്രമേ. ഞാനിപ്പം ഞാൻ മുമ്പ് പറഞ്ഞ കണക്കനുസരിച്ചാണ് 200 ഗ്രാം ഒഴിക്കണം. ഞാനിപ്പോൾ അത്ര എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് ഒഴിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ട് തോന്നും. ഇതിൽ കുറച്ച് കഴിയുമ്പോൾ അത് കുതിർന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാം. കാരണം ഇത് ചൂടായിരിക്കുമ്പോഴത്തേനും കുറച്ച് ലൂസായി. എന്തോ സ്ഥലമാണ് പാത്രം ഇതിനകത്ത് ഇങ്ങനെ